ഹബീബിനോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ വേണോ എങ്കിൽ പറയൂ, ഹബീബിന് സ്വലാത്ത് പറയൂ. അതോടൊപ്പം ഹബീബിനെ കുറിച്ച് നാം നന്നായി പഠിക്കണം. ഹബീബിനെ പഠിക്കുമ്പോൾ ഹൃദയത്തിൽ നമ്മൾക്ക് ഹബീബിനോട് ഇഷ്ക് തോന്നും, ഹൃദയത്തിൽ ഹബീബിനോട് പ്രേമം തോന്നും. ഇന്ന് ഹബീബിനെ കുറിച്ച് ആരോടെങ്കിലും ചോദിച്ചാൽ, എത്ര മക്കളാണെന്ന് ചോദിച്ചാൽ പറയുന്നവർ നമ്മളെ കൂട്ടത്തിൽ വളരെ വിരളമാണ്. ആരോട് ചോദിച്ചെങ്കിലും മുത്തുനബിക്ക് എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ അറിയില്ല. ചിലപ്പോൾ കുറെ മക്കളുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾക്ക് പറയാം. അങ്ങനെയൊന്നുമല്ലല്ലോ. നമ്മുടെ ഹബീബിന് വെറും 7 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ, 3 ആണും 4 പെണ്ണും. എന്നിട്ട് ഒരു കണക്ക് പോലും പറയുന്നവൾ വളരെ കുറഞ്ഞുപോയി. എൻ്റെ സഹോദരങ്ങളെ, ഈ റബീഉൽ അവ്വലിലെങ്കിലും നമ്മുടെ ഹബീബിനെ കുറിച്ച് നാം പഠിക്കാൻ തയ്യാറാകണം. 9 ദിവസം പിന്നിടുകയാണ്. ഇനിയുള്ള ആ ദിവസങ്ങളിൽ ഒരു 29 അല്ലെങ്കിൽ 20 ദിവസമുണ്ട്. ആ ദിവസമെങ്കിലും നമ്മുടെ ഹബീബിനെ പഠിക്കാൻ സമയം കാണണേ. നമ്മൾ നോക്ക്, നമ്മുടെ നാട്ടിലെ ഓരോ നാടുകളിലും എത്ര ആൾക്കാർക്ക് എത്ര മക്കളുണ്ടെന്ന് നമ്മൾക്കറിയാം. നമ്മുടെ കുടുംബത്തിൽ ആരുടെ മക്കളൊക്കെ പേര് നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടാകാം. പക്ഷേ നമ്മൾക്ക് വേണ്ടി കല്ലേറുകൊണ്ട, നമ്മൾക്ക് വേണ്ടി ചീത്തവിളി സ്വീകരിച്ച, എന്തിനധികം ഒട്ടകത്തിന്റെ കുടൽമാല തന്റെ കഴുത്തിൽ ചാർത്തിയപ്പോ ഭാരം കൊണ്ട് എഴുന്നേൽക്കാൻ പറ്റാത്ത നമ്മുടെ കരളിന്റെ കഷ്ണമേ, കാരുണ്യത്തിന്റെ കടലായ, പ്രപഞ്ചത്തിന്റെ ഉടലായ, വിശ്വമാനവികതയുടെ വിമോചകനായ, അടിച്ചമർത്തപ്പെട്ട അടിമവർഗത്തിന്റെ സമുദ്ധാരകനായ, ഒഴിച്ചു മൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ പുനരുദ്ധാരകനായ, ഈത്തപ്പനത്തോട്ടങ്ങളുടെയും മുന്തിരിപ്പൂവലുകളുടെയും ശീതളശായിൽ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സർവരെ ആലം സർക്കാരെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കാൻ